സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഞാൻ പിഷാരടിയും മമ്മൂക്കയും തമ്മിലുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ ഞാൻ പങ്കുവെക്കുകയുണ്ടായി. അതിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അതായത് മമ്മൂക്കയെ പിഷാരടി വിളിച്ചു കഴിഞ്ഞാൽ പ്രചാരണത്തിനല്ല, മമ്മൂക്ക താൻ അവിടെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഒപ്പം ആ റോഡ് ഷോയിൽ മമ്മൂക്കയും ഉണ്ടാവുമെന്നാണ് പിഷാരടി പറഞ്ഞിരുന്നത്. എവിടെയാണ്? പാലക്കാട്. അപ്പം അങ്ങനെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പിഷാരടിക്കൊപ്പം കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന, അല്ലെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള മമ്മൂക്ക ചെല്ലുമോ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറേ ആളുകൾ പറഞ്ഞത്, മമ്മൂക്ക അങ്ങനെ കമ്മ്യൂണിസത്തിനൊപ്പം കമ്മ്യൂണിസം വിട്ട് വേറെ പരിപാടിക്ക് പോവില്ല, നീ വെറുതെ ഇങ്ങനെ പറയണ്ട, അല്ലെ മമ്മൂക്ക അങ്ങനെ പോവില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനും പോകുന്നല്ല പറഞ്ഞത്, ആ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മമ്മൂക്ക അവിടെ പോകുമെന്നുള്ളൊരു കാര്യമാണ് ഞാനും പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ മമ്മൂക്ക പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ എടുത്തു പറഞ്ഞ, ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാകും, ഞാൻ ആ വീഡിയോയിൽ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെ മമ്മൂക്കയ്ക്കെതിരെ വരാൻ പോകുന്ന ഒരു ആഞ്ഞടി, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കെതിരെ വരാൻ പോകുന്ന വിദ്വേഷ പരാമർശങ്ങൾ ഒരുപാടായിരിക്കുമെന്ന് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. നമുക്കറിയാം, വയനാട് വിഷയങ്ങൾക്ക് ശേഷം പിഷാരടി ഈ ഒരു കാര്യം പറയുമ്പോൾ, പിഷാരടി അന്നും പറയുകയുണ്ടായി, മമ്മൂക്ക വയനാട് പോകുന്നതിന് മുൻപ് തന്നെ ജനറൽ സെക്രട്ടറി അല്ല ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞതാണ്, അവിടെ ആരും എൻ്റെ അകമ്പടിയായിട്ട് വരേണ്ട ആവശ്യകതയില്ല, ഞാൻ എല്ലാവരെയും ഒന്ന് കാണാനായിട്ട് ജസ്റ്റ് വരികയാണ്, അപ്പോൾ എൻ്റെ ഒപ്പം ആരും നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഓൾറെഡി വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് മമ്മൂക്ക അവിടേക്ക് പോയതെന്നും, എല്ലാ കാര്യങ്ങൾക്കും കൂടെ കൂട്ടുന്നത് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടി കൂടെ കൂട്ടിയില്ല, ആരും വരണ്ട, തികച്ചും ഇതൊരു പേഴ്സണലായിട്ട് ഞാൻ പോകുന്നൊരു കാര്യമാണെന്ന് മമ്മൂക്ക പറഞ്ഞതിന് ശേഷമാണ് പോയതെന്നാണ് പിഷാരടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മമ്മൂക്ക അവിടേക്ക് ചെന്നതിന് പിന്നാലെ മമ്മൂക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിൻ്റെ ഒരു തുടക്കം നമ്മൾ കണ്ടതാണ്. അവിടെ മമ്മൂക്ക പറഞ്ഞ ആ പരാമർശത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് പല രീതിയിൽ പല തലങ്ങളിലും വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. റഫീഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് പാർട്ടിക്കും അല്ലെങ്കിൽ മമ്മൂട്ടിക്കും ഒക്കെ മുകളിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകളുടെ മെഴുകലുകൾ കണ്ടു. ഈ റഫീഖിനെ തന്നെ വിളിച്ച് പറഞ്ഞതിന് ശേഷം മമ്മൂക്ക അവിടേക്ക് പോയിട്ടും റഫീഖ് മമ്മൂക്കയ്ക്ക് അകമ്പടിയായിട്ട് അവിടെ നിൽക്കേണ്ട ആവശ്യകത എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മമ്മൂക്കയ്ക്ക് അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ, മമ്മൂക്കയ്ക്ക് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുകളെ മമ്മൂക്കയ്ക്ക് അവിടെ നിർത്താം. ഈ ജിമ്മൊക്കെ അടിച്ച് കൊഴുത്തിരിക്കുന്ന കുറേ ആളുകളെ വേണമെങ്കിൽ മമ്മൂക്കയ്ക്ക് അവിടെ വിളിച്ചുകൊണ്ട് പോകാം. എന്നാൽ അതൊന്നും വേണ്ട, തികച്ചും പേഴ്സണലായിട്ട് താൻ പോകുന്ന, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിന്, തൻ്റെ വ്യക്തിപരമായിട്ട് താല്പര്യത്തോടു കൂടി താൻ പോകുന്ന ഒരു കാര്യത്തിന് അവിടെ ഒരാളുടെ ആവശ്യകത ഇല്ലാന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അവിടേക്ക് പോയത്. അതിനെയും ഏതൊക്കെ തലങ്ങളിൽ കൂടിയാണ് ചർച്ച ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ പിഷാരടി ഈ ഒരു കാര്യം പറയുമ്പോൾ മമ്മൂട്ടിക്കെതിരെ, അല്ല മമ്മൂക്കയ്ക്കെതിരെ വരാൻ പോകുന്ന ആ ഒരു വെല്ലുവിളികൾ, അല്ലെ മമ്മൂക്കയ്ക്കെതിരെ ഉയരാൻ പോകുന്ന വിദ്വേഷ പരാമർശങ്ങൾ ഏതൊക്കെ തലങ്ങളിൽ കൂടി പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ആ ഒരു വിദ്വേഷ പരാമർശങ്ങൾ ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞതുപോലെ തന്നെ അത് ഫലിച്ചിട്ടുണ്ട്. മമ്മൂക്കയ്ക്കെതിരെ പല രീതിയിൽ പല തലങ്ങളിൽ കൂടിയുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മമ്മൂക്ക എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, മമ്മൂക്ക എന്ത് ചെയ്താലും കുറ്റമാണെന്ന് പറയാനിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഒരു വിഷയത്തിലും പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പിഷാരടി ഒരു പബ്ലിക്കലി ഒരു പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് മമ്മൂട്ടിക്കെതിരെ ഈ പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾക്ക് മറ്റൊന്നും കിട്ടാത്തത് കൊണ്ടാണ് മമ്മൂട്ടിക്കെതിരെ ഈ ഒരു പരാമർശം നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പിഷാരടി ആ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആ വീഡിയോ കണ്ടു നോക്കാം. ചെറിയ പെരുന്നാളിൻ്റെ പരിപാടികളൊക്കെ പലപ്പോഴും പോയിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നതല്ല, മമ്മൂട്ടീനെ കൊണ്ടുവരും എന്നുള്ളൊരു വാക്ക് ഇപ്പോൾ ഭയങ്കര വൈറലായിരിക്കുകയാണ്. പല രീതിയിലാണ് അതിന് സോഷ്യൽ മീഡിയ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ എന്താ ശരിക്കും സംഭവം? അത് ആളുകൾ, ഞാൻ ആദ്യത്തെ ദിവസത്തും പത്രസമ്മേളനം നടത്തിയപ്പം അതിന് മുമ്പൊരു കാരണമുണ്ട്. ഒന്ന്, നമ്മളെ പറ്റി പറയാൻ വേറെ കുറ്റങ്ങൾ വലിയ കാര്യമായിട്ട് കിട്ടാതിരിക്കുമ്പോൾ കിട്ടുന്നത് ഉണ്ടാക്കിയെടുക്കുകയാണ്. മമ്മൂക്കയെ പ്രചരണത്തിന് കൊണ്ടുവരുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. കാരണം ഷാഫിക്ക ഇവിടെ ഒരു മെറിറ്റ് അവാർഡിന് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഈ മണ്ഡലത്തിലെ ഒരു കാര്യം എന്നോട് ഇങ്ങനൊരു കാര്യം കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞാനിതിനെ ഇല്ലെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ശ്രമിക്കേണ്ട, ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരതിനകത്ത് ഇത് കഴിഞ്ഞാൽ കൊണ്ടുവരാമെന്നുള്ളതും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ആക്രമിക്കാൻ വേണ്ടി ചെയ്യില്ല, അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിൽ ഞാൻ വലിയൊരു അത്ഭുതം കാണുന്നത്, ഇവർ ട്രോളായിട്ട് ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ എന്നോട് ചോദിക്കേണ്ടത്, ഇവിടുത്തെ ഞങ്ങളത് ചോദിക്കുന്നുണ്ട്, വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റു കാര്യങ്ങളില്ലാതിരിക്കുക എന്ന് പറയും. ഇവിടെയുള്ള പ്രവർത്തനങ്ങളോ അല്ലാതെ ഒരു ആരോപണം എന്താ ഇവർ പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ അല്ലേ ചെയ്തതിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്? ഒന്നും തന്നെ പറയുന്നില്ല. നല്ല കാര്യങ്ങൾ തുടരുമെന്ന് പറഞ്ഞതിനകത്ത് നല്ല എടുത്ത് മാറ്റിയിട്ട് ഇത് വിളിക്കുക. ഒരു 10 വീട് കൊടുത്ത ആൾ 13ാമത്തെ ഒരു വീടിൻ്റെ തറക്കല്ലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണക്കാരന് ഗുണം കിട്ടുന്ന രീതിയിൽ അത് തീർത്തു കൊടുക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്നേ. ഞാനത് അതിനും കൂടെ കൂടിയല്ലേ ഞാനിവിടെ വരുന്നത്. പിന്നെ കൂടുതലായിട്ട് ഇവിടെ ഒരുപാട് കണ്ടില്ല, വളരെ വ്യക്തവും സ്ഫുടവുമായിട്ടാണ് പിഷാരടി ഓരോ കാര്യങ്ങൾ പറയുന്നത്. പിഷാരടിയെ കളിയാക്കിക്കൊണ്ട് ഈ അഖിൽമാരാരെന്ന് പറയുന്ന സംഘിപുത്രൻ രംഗത്തേക്ക് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത്
പിഷാരടി ഈ പറയുന്ന പൊതുമേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ മേഖലയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഒരു രീതിയിൽ ഒരു ബന്ധവുമില്ലാതെ കാശും മേടിച്ച് ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു PR ആണ് ഈ പറയുന്ന രമേശ് പിഷാരടി എന്നാണ് അഖിൽ മാരാര് പറഞ്ഞത്. എടാ മാരാരെ, സ്വന്തം രാജ്യത്തിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞ രാജ്യദ്രോഹിയായിട്ടുള്ള നിനക്ക് എന്ത് യോഗ്യതയാണ് ഈ രീതിയിൽ പരാമർശം നടത്താനായിട്ട് ഉള്ളത്? ആർക്കെതിരെ? പിഷാരടിക്കെതിരെ, മറ്റ് പാർട്ടിക്കെതിരെയും. സ്വന്തം പാർട്ടി ഇപ്പൊ NDA എന്ന് പറയുന്ന പാർട്ടിയിൽ തന്നെയാണ് ഈ പറയുന്ന ഈ അഖിൽമാരാർ നിൽക്കുന്നത്. ആ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ ഒരു പരിധിയിൽ കൂടുതൽ വരെ ഈ പറയുന്ന അഖിൽമാരാർ പ്രതികരിച്ചിട്ടുണ്ട്, അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ നരേന്ദ്രമോദിക്കെതിരെയും സംസാരിക്കുന്ന ഒരു ഈ പറയുന്ന അഖിൽ മാരാർ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ശേഷം ആ പാർട്ടിയിൽ തന്നെ നിന്നുകൊണ്ട് വീണ്ടും ആ പാർട്ടി അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഡബിൾ ഫാദർ സിൻഡ്രോം ഉണ്ടല്ലോ, അത് നിന്റെ കയ്യിലങ്ങ് വെച്ചാൽ മതി അഖിൽമാരാരെ. നീ പറയുന്നത് ഇതുപോലെയുള്ള നിന്നെ പോലെയുള്ള ഒരുപാട് ആളുകളാണ് ഈ സംസാരിക്കുന്നത്. മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്നുള്ളത് ഒരു വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ മമ്മൂക്ക ഒരു സുഹൃബന്ധത്തിന്റെ പേരിൽ അവിടെ വന്നു കഴിഞ്ഞാൽ മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ടും അവർക്ക് കിട്ടുന്ന സ്വീകാര്യതയുടെയും ഒക്കെ അളവ് ഒരു പരിധിയിൽ കൂടുതലായിരിക്കും. അപ്പോൾ രമേശ് പിഷാരടി അവിടെ ജയിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ആർക്കൊക്കെ പേടിയുണ്ട്. രമേശ് പിഷാരടി ജയിക്കുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഞാൻ ഒരു പാർട്ടിയിലും അംഗീകരിക്കുന്ന ആളല്ല. പക്ഷേ നല്ലത് കണ്ട നല്ലതെന്ന് തന്നെ പറയണം. രമേശ് പിഷാരടി സിനിമയിൽ നിന്നും ആങ്കറിംഗ് മേഖലയിൽ നിന്നും മിമിക്രിയിൽ നിന്നും ഒക്കെ തിളങ്ങി നിന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അയാളുടെ വാക്കുകളിലൊക്കെ എന്തൊക്കെയോ ഒരു തീയുണ്ട്. ആ തീയുടെ ആ ഒരു ഫലങ്ങളൊക്കെ അല്ലെങ്കിൽ ആ തീയുടെ ഒരു സ്ഫുരണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് മമ്മൂക്ക വയനാട് പോയ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സഖാവ് രംഗത്തേക്ക് വന്നിട്ട് ഈ ഒരു കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ നമ്മൾ കണ്ടതാണ്. അതായത് മമ്മൂട്ടിക്കെതിരെ പരസ്യമായിട്ട് മാപ്പ് പറയുകയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്കിടയിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നുള്ളൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് പരസ്യമായി മാപ്പ് പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി മാപ്പ് പറയുകയുണ്ടായി. അതിന് പിന്നാലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി കേട്ടോ. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുൻപ് തന്നെ ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് മമ്മൂട്ടിക്കെതിരെ ആ രീതിയിലൊരു വിദ്വേഷ പരാമർശം നടത്തിയത് മമ്മൂക്കയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച് മമ്മൂക്ക എന്നെ വിളിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഞാനൊരു പരസ്യ പ്രചാരണം നടത്തിയത്, അല്ലെ ഞാനൊരു മാപ്പപേക്ഷ നടത്തിയെന്ന് മമ്മൂക്കയെ പറ്റി മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്. ആ വീഡിയോയുടെ സൈഡിൽ നോക്കിയാൽ കാണാം. വളരെ കർക്കശക്കാരനാണ്. അങ്ങേ അറിയുന്നവർക്കൊക്കെ ഒന്നും അങ്ങനെ അല്ലെന്ന് അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ച് ദൂരെ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്നാൽ അങ്ങനെയുള്ള അങ്ങയുടെ നിലപാടുകളൊരു വ്യതിയാനമായിരുന്നു. ഈ മുണ്ടക്കൈ ചൂരമല മമ്മൂട്ടി സന്ദർശിച്ചതിന് ശേഷം കുറച്ച് സഹാക്കൾ ഈ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തെ വളരെ ആക്രമിച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തോട് ക്ഷമ പറയാനുള്ള വലിയൊരു മഹാമനസ്കത കാണിച്ചു. ഒരു പിഴവ് പറ്റിയെന്ന് അങ്ങേക്ക് മനസ്സിലായപ്പോൾ അങ്ങത് തുറന്നു പറയുകയും മമ്മൂട്ടിയോട് ക്ഷമ പറഞ്ഞ് ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്തു. അങ്ങേയും അത് വേദനിപ്പിച്ചെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഞാനതിൽ കണ്ടത് എൻ്റെ വേദന എന്നുള്ളതല്ല, അത്തരം ഒരു ആക്ഷേപം മമ്മൂട്ടി എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കണ്ടത്. കാരണം വളരെ സൗദ്ദേശത്തോടെ അദ്ദേഹം പോകുന്നതാണല്ലോ, ഒരു ദുരുദ്ദേശമില്ല. വളരെ ബുദ്ധിമുട്ടി രാവിലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടു, അന്നക്കാലത്ത് എഴുന്നേറ്റ് ഫ്ലൈറ്റ് വന്നിറങ്ങി, എന്നിട്ട് അങ്ങോട്ട് പോവുകയല്ലേ. ഒരു തരത്തിലുള്ള ദുരുദ്ദേശം അതിലില്ല. അത് മനസ്സിലാക്കാതെ കടന്നാക്രമിക്കുന്ന രീതി വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. ആ തോന്നലിൽ നിന്നാണ് എൻ്റെ വർത്തമാനങ്ങൾ ഉണ്ടായത്. മമ്മൂട്ടിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അങ്ങ് ഇങ്ങനെ ഒരു സന്ദേശം അങ്ങ് പറഞ്ഞതിന് ശേഷം? അതിനുശേഷം അതിനു മുൻപ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം വളരെ വികാരഭരിതനായി. അത് അങ്ങനെ തന്നെ പ്രതികരിക്കുന്ന നിലയുണ്ടായി. ഓക്കെ. നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഈ ഇലക്ഷൻ കാലത്ത് പ്രത്യേകിച്ചും പ്രചരിക്കുന്ന ഒരു കാര്യം അങ്ങയുടെ ചെവിയിലെത്തിയോന്ന് അറിയില്ല. അതായത് ഈ NDA അല്ലെങ്കിൽ BJPയുടെ കണ്ടില്ലേ, മമ്മൂക്കയ്ക്കെതിരെ ആ ഒരു രീതിയിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ താൻ ഒരു പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞപ്പോൾ തന്നെ അതിന് മുൻപ് മമ്മൂട്ടി വിളിച്ചിരുന്നില്ല. പക്ഷേ അതിനുശേഷം തന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു. ഏറെ വികാരഭരിതനായിട്ട് തന്നെയാണ് മമ്മൂക്ക സംസാരിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മമ്മൂക്ക വളരെയധികം ബുദ്ധിമുട്ടി ഒരുപാട് ട്രാവൽ ചെയ്ത് അവിടേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, അതായത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മമ്മൂക്ക അവിടേക്ക് വന്നത്. അങ്ങനെയുള്ള ആ ഒരു ഉദ്ദേശത്തിനെ മോശമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും മോശമായിട്ടുള്ള രീതിയിൽ സൈബർ ഇടങ്ങളിൽ വൃത്തികെട്ട പരാമർശങ്ങൾ നടത്തി മമ്മൂക്കയ്ക്കെതിരെ പോരാടുകയും ചെയ്ത പോരാളി മക്കളെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഒന്ന് അനുസ്മരിക്കണം, അല്ല നമ്മളൊന്ന് ഓർക്കണം. അനുസ്മരിക്കണം എന്നല്ല, സ്മരിക്കണം. ഈ മക്കള്
ഇങ്ങനെയുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇവർക്ക് എന്താണ് കിട്ടിയത്? എന്താണ് ഇതിൽ നിന്നുണ്ടാക്കിയത്? സംഘികൾക്ക് മമ്മൂട്ടിക്കെതിരെ കളിക്കണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് സംഘികൾ അതിന് നല്ല രീതിയിൽ അത് ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ കൂടെ നിന്നുകൊണ്ട് തന്നെ കൊങ്ങികളും കമ്മികളും ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ മമ്മൂട്ടിക്കെതിരെ സംസാരിക്കാനായിട്ട് രംഗത്തേക്ക് വന്നു. മുഹമ്മദ് റിയാസ് അടക്കമുള്ള വലിയ രാഷ്ട്രീയ നിരയിലുള്ള ആളുകളൊക്കെ ഈ ഒരു കാര്യത്തിൽ പല രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ടൊക്കെ വന്നു. തികച്ചും വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിനെ രാഷ്ട്രീയപരമാക്കുകയും മതപരമാക്കുകയും ജാതീയപരമാക്കുകയും മറ്റുള്ള എല്ലാ രീതിയിലും ചർച്ച ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഈ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടു. എന്തിനായിരുന്നു? ഞാൻ പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ്. എന്തിനാണ് ഈ ചെറിയ കാര്യത്തിനെ ഇത്രയും ഊതിപ്പെരിപ്പിച്ച് വലിയൊരു കാര്യമാക്കിയത്? ബലൂൺ ഊതിപ്പെരിപ്പിക്കുന്ന പോലെയാണ്. ചെറിയൊരു ബലൂണിനെ ഊതിക്കഴിഞ്ഞാൽ അത് വലുതാവും എന്ന് പറയുന്നത് പോലെ മമ്മൂട്ടി അവിടെ വന്ന് കെ റഫീഖിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞൊരു കാര്യത്തിനെ അവിടെ അത് അനുസരിക്കാതെ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചപ്പോൾ മമ്മൂട്ടിക്ക് ദേഷ്യം വരികയും ആ ഒരു ദേഷ്യം മമ്മൂക്ക അവിടെ തുറന്നു പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിനെ വേറെ തലങ്ങളിലേക്കൊക്കെ ചർച്ച ചെയ്യാനായിട്ട് എന്തിനാണ് കെ റഫീഖ് അടക്കമുള്ള ആളുകൾ ശ്രമിച്ചത്? അത് തികച്ചും മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രി ആ മമ്മൂക്കയ്ക്കെതിരെ അല്ല മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞത്, പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞത്. ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ വായത്തോളം അടിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഇതുപോലെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പിഷാരടി പറഞ്ഞൊരു കാര്യത്തിനെ മോശമായിട്ട് വ്യാഖ്യാനിക്കുന്നു. മമ്മൂക്ക വയനാട് സന്ദർശനത്തിനെത്തിയതിനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. ഈ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ ആ ആളുകൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്തായിരുന്നു മമ്മൂക്ക, എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ഇന്നും എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഈ വിരളെ പിടിച്ച നിങ്ങളുടെ ഈ സൈബർ ഇടങ്ങളിലുള്ള അഭിപ്രായ രേഖപ്പെടുത്തലുകളൊക്കെ ഒന്ന് നിങ്ങൾ തുടങ്ങുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടിയിരിക്കുന്ന തലയുടെയും വാലിൻ്റെയും അറ്റമില്ലാതെ ഏതെങ്കിലും വാലിൻ്റെ അറ്റം മാത്രം പിടിച്ചുകൊണ്ട് വന്ന് സംസാരിക്കുന്ന സംസാര രീതികൾ വളരെ മോശമാണ്, അപഹസ്യമാണ്. കേരളത്തിലെ ഇത്രയും പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും എന്തിനാണ് മമ്മൂക്ക അങ്ങനെ സംസാരിച്ചതെന്നും എല്ലാം എല്ലാവർക്കും അറിയാം. അതിനിടയിലേക്ക് നിങ്ങളുടെ ഈ വ്യാഖ്യാനിക്കലുകളോ നിങ്ങളുടെ ഈ രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകളോ ഒന്നും വേണ്ട. അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള സാമാന്യ ബോധമുള്ള ആളുകൾ ഇവിടെയുണ്ട്. തലയിൽ തലച്ചോറുള്ള ആളുകളുണ്ട്, തലയിൽ ആൾതാമസമുള്ള ആളുകളുണ്ടെന്ന് സാരം. അപ്പം ഇങ്ങനെ എന്ത് കിട്ടിയാലും അതെല്ലാം മമ്മൂട്ടിക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് തന്നെയാണ് ഈ ഒരു സംഭവങ്ങളും പോയിരിക്കുന്നത്. ഇപ്പോൾ രമേഷ് പിഷാരടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പോയിരിക്കുന്നത്. അതിനെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളില്ല, അതിനെ അത്രയും വലിയ രീതിയിലൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളില്ല. അതൊക്കെ കേട്ട് ഒരു സൈഡിൽ കൂടെ വിടേണ്ട കാര്യങ്ങളാണ്. അതിനെ ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്യേണ്ട എന്ത് ആവശ്യകതയാണുള്ളതെന്നാണ് അവരൊക്കെ ചോദിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞതുകൊണ്ടോ ഇതൊക്കെ ചെയ്തതുകൊണ്ടോ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വില ഇവിടെ പോവില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ജനങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം പോവില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ഒരിക്കലും അവസാനിക്കത്തില്ല എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിനിയും 100 മടങ്ങല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് ഉയർന്നു തന്നെ നിൽക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുക.